PK ശ്രീമതി അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് മുസ്ലിം സ്ത്രീ ഭർത്താവല്ലാത്തവരോട് സംസാരിക്കരുത് എന്നത് താലിബാനിസത്തിൻ്റെ ഫലമാണ്. അങ്ങനത്തെ ചിന്ത അതൊരിക്കലും അത് തീവ്രവാദമല്ല, അതിഭീകരതയാണ് എന്നാണ്. ആ രീതിയിലാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ച് സംസാരിക്കുന്നതിന് എന്ത് വിലക്കുള്ളത്? ഇല്ലല്ലോ. അപ്പോൾ മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേറൊരാളോട് എന്ത് ചെയ്യാം, സംസാരിക്കുക. അതിനാ ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മിണ്ടാൻ പാടില്ല എന്നൊന്നും ഇവിടെ നമ്മളിപ്പോൾ സാമൂഹിക ജീവിതത്തിൽ മുസ്ലിം സ്ത്രീകൾ പല കാര്യങ്ങൾക്ക് ഇടപെടുന്നുണ്ട്. അവർ പച്ചക്കറി കടയിൽ പോകുന്നുണ്ട്, അവർ അധ്യാപകർ ആൾക്കാരുണ്ട് പല. അവിടെയൊക്കെ ഇസ്ലാമിക മര്യാദ പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നോട്ടത്തെ പറ്റി തന്നെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നത്, യാ അലി ലാ തുത്ബി അന്നളറ, ഒരു സ്ത്രീയെ കണ്ടാൽ ആവർത്തിച്ച് നോക്കാൻ പാടില്ല. അതിനർത്ഥം എന്താ? അന്നളറ, ഒരു നോട്ടം, ഫഇന്നലക്കല്ലൂല, അത് നിനക്കുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ളവർക്ക് കാണും അതാരാന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു, ഓക്കെ. എന്നാൽ വലൈസത്തിലക്കൽ ആഖിറ, വീണ്ടും ഇങ്ങനെ തുറപ്പിച്ച് നോക്കുക, അതിൻ്റെ പിന്നാലെ തന്നെ നടക്കുക. ഈ വായി നോക്കുക എന്ന പരിപാടി ഉണ്ടല്ലോ, ആ നോട്ടം പറ്റൂല, അത് പറ്റൂല. അതേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. അതായത് ഒരു സ്ത്രീയെ പിന്നെ ഒരു പുരുഷൻ ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് അവളെ നോക്കുകയും അവളെ പിന്നാലെ നടക്കും, അത് നേരെ തിരിച്ചും കൊട്ടും, അത് രണ്ടും എന്തല്ല, പാടില്ലാത്തതാണ്. അപ്പോൾ അത് കേവലം ഒരു സ്ത്രീ പുരുഷനോട് സംസാരിച്ചു എന്നുള്ളത് അങ്ങനത്തെ ഒരു വിഷയം അല്ലല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വരെ വാദിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീ അവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരിക്കെ വേറൊരാളോട് എന്ത് ചെയ്തു, സംസാരിക്കുക മാത്രമല്ല അത് പിന്നെ പല സന്ദർഭങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രീതിയിൽ അവരൊറ്റപ്പെട്ട രീതിയിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരാണും ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞാൽ എന്താ വെച്ചാൽ, ലാ യഹ്ലുവന്ന റജുലുൻ ബി ഇമ്രഅത്തിൻ. ഞാൻ ഈ ഇപ്പോൾ PK ശ്രീമതിയെ പോലെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് ഇസ്ലാമിൻ്റെ ഇതിൻ്റെ ഒരു വീക്ഷണം അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. ഇസ്ലാം പറഞ്ഞാൽ എന്താ വെച്ചാൽ, ലാ യഹ്ലുവന്ന റജുലുൻ ബി ഇമ്രഅത്തിൻ ഇല്ലാ കാന സാലിസുഹുമാ അശ്ശൈത്വാൻ. ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കാകുന്നില്ല എങ്ങനെയല്ലാതെ അവിടെ മൂന്നാമനായി ശൈത്താൻ ഉണ്ടായിട്ടല്ലാതെ. അപ്പോൾ അത് ഒറ്റപ്പെടാൻ പാടില്ല. അപ്പോൾ ദീർഘയാത്ര പോവുകയാണെങ്കിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. അവൾക്ക് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട അവരുടെ ബന്ധുവായ ആരെങ്കിലും കൂടെ ഉണ്ടാകുന്ന ഇസ്ലാമിൻ്റെ നിയമമാണ്. അപ്പോൾ ഇതൊക്കെ അത് പാലിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് താലിബാനിസാകുക, അത് അതിഭീകരതയാകുക. എല്ലാത്തിനും താലിബാനിസം എന്നാണ് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും മിണ്ടാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് ഇവിടുത്തെ മുസ്ലിങ്ങൾ പോകാൻ പാടുന്നു. അതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുക, SDP എന്ന് പറഞ്ഞ സാധനത്തിന് വെക്കുകയും ചെയ്യുക. അതിനെ പരിചയമാക്കി നിർത്തിക്കൊണ്ട് പിന്നെ എന്തുകൊണ്ട് പറയാം, എന്നാൽ പിന്നെ ഇവിടുത്തെ മുസ്ലിം സംഘടനകളും മറ്റുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ വിഷയം നാളെ ഖുതുബയിലോ പ്രസംഗത്തിലോ ഇതാണ് ശരിക്കും ഒരു മുസ്ലിം സ്ത്രീയും ഒരു പിന്നെ സ്ത്രീയും ഒരു അന്യ പുരുഷനും തമ്മിൽ ഇപ്പോൾ വീട്ടിലേക്ക് കയറി വരികയായിരിക്കുക. വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ ഒറ്റയ്ക്കേ ഉള്ളൂ വെച്ചാൽ ഒരു പുരുഷനും വീടിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല. അത് നിയമമാണ്, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഈ നിയമത്തെ കളിയാക്കിയ പല ആളുകളും ഇപ്പോൾ സിനിമാ ലോകത്ത് നേരത്തെ ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒരുപാട് ആളുകൾക്ക് പീഡനം. കാരണം ഇത് നിയമങ്ങളൊന്നും വേണ്ട, അതൊക്കെ ആണും പെണ്ണും അങ്ങനെ വ്യത്യാസം തന്നെ വേണ്ട, അവരൊന്നിച്ച് യാത്ര ചെയ്യുക, ഒന്നിച്ച് പോകാം, ഒന്നിച്ച് കിടക്കുക, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നൊരു ലോകമാണ് ഏത്, സിനിമാ ലോകം. അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, മാലയായിട്ട് ഓരോരുത്തർ ആക്ഷേപങ്ങളായിട്ട് ഞങ്ങൾ അങ്ങനെ പീഡിപ്പിച്ചു. അന്നൊരു സിനിമ നടി പറഞ്ഞാൽ എന്താണെന്നറിയോ, പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രൊഡ്യൂസറുടെയോ സംവിധായകൻ്റെ പിന്നെ നടൻ്റെയോ ഒക്കെ അടുത്തേക്ക് പോകുമ്പോൾ ഒറ്റക്ക് പോകരുത്, വേറൊരാളും കൂടെ വേണം. ഞാനതാ ചെയ്യല്, അതുകൊണ്ട് എനിക്കിന്ന് വരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വളരെ സീനിയറായിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയ നടി പറഞ്ഞാണ്. അപ്പം അതന്നെ ഇസ്ലാമും പറഞ്ഞിട്ടുള്ളൂ.